Hi guys, welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു കേവിന്റെ കാഴ്ചകളാണ്. സൂപ്പർ ആയിട്ടുള്ള ഒരു കേവാണ്. അപ്പോൾ നമുക്ക് കേവിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. നല്ല കിതപ്പുണ്ടെങ്കിലും നല്ല എന്ന് പറഞ്ഞാൽ പ്യുവറസ്റ്റ് ആയിട്ടുള്ള വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത്. കൊടും കാട്ടിന് നടുവിലാണ്. നല്ല ഉന്മേഷമുണ്ട് ഇതിൽ നടക്കാൻ. കിതപ്പ് കുറച്ചിട്ട് പക്ഷേങ്കിൽ നല്ല റിലാക്സാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമുക്ക് കണ്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ പായോ അവർക്കറിയാം ഇതിൻ്റെ നേരെ കയറി കഴിഞ്ഞാൽ പണി തീരുന്നുള്ളത്. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. ഇതാണ് ഗുഹ. പാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഒരു റോക്കിൻ്റെ ഉള്ളിലായിട്ടുള്ള ഗുഹയാണ് കണ്ടോ. അപ്പോൾ കേസ് നമുക്ക് ഉള്ളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, ചാനൽ മറക്കരുത്. ഇതൊക്കെ ലൈം സ്റ്റോണാണ് കണ്ട. ജിയോഗ്രഫി പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഇതിങ്ങനെ വെള്ളം വരുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡിപ്പായിട്ട് വരും. ഡ്രോപ്പ് വെള്ളത്തിൻ്റെ കൂടെ വരുന്നതാണ് കണ്ട. അങ്ങനെയാണ് ഈ ഫോം ചെയ്ത് ഈ ഷേപ്പ് ഫോം ചെയ്ത് കണ്ട. ഇതൊക്കെ മഴക്കാലത്തൊക്കെ വെള്ളത്തിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഇതേപോലത്തെ ഷേപ്പുകൾ ഫോം ചെയ്താണ്. ഇതേപോലത്തെ ഗുഹകൾ പല സ്ഥലത്തും കാണാം. ആൻഡമാനിലൊക്കെ ഉണ്ട് ഇതേപോലെ. ഹായ്. See you next day. It's a very long trip. ഇത് ഭയങ്കര ലെങ്തി ആണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി പോകാം. നമ്മൾ ബാക്കിൽ ഒരാളും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ധൈര്യമാണ് ചെറുതായിട്ട്. പാമ്പൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ഗൈഡൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകണം കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് മാത്രമേ വരുള്ളൂ. ഇതൊക്കെ ലൈം സ്റ്റോൺ. അതാ ഇതാണ് ലൈം സ്റ്റോൺ കണ്ടില്ലേ, ക്രിസ്റ്റലായിട്ട്. ലൈറ്റ് കുറച്ച് അങ്ങോട്ട് നോക്കി ആണോ, ക്രിസ്റ്റൽ ഫോമിൽ കണ്ടില്ലേ. ഇത് മഴവെള്ളത്തിൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ്. 3 കിലോമീറ്റർ നടന്നാലെന്താ ഇതേപോലെ മഹാത്ഭുതം കാണാൻ പറ്റില്ലേ. വലുതുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിലൊക്കെ വഴി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങോട്ട് കണ്ടാ. അതിൽ പോകാനുള്ള ധൈര്യം നമുക്കില്ല. ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ. ഇതൊക്കെ അതേപോലെ മഴവെള്ളത്തിൻ്റെ കൂടെ ഒഴുകിയിട്ട് ഈ ഭാഗത്ത് നല്ല ലൈം സ്റ്റോണിൻ്റെ പാർട്ടികളുണ്ട്. അത് ഡെപ്പോസിറ്റ് ആയതാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ബുദ്ധൻ്റെ പ്രതിമ കാണാം. ഞാൻ ക്രബിൽ ഇതേപോലെ ഒരു ഗുഹയിൽ പോയിട്ടുണ്ട്. അവിടെ മനുഷ്യൻ്റെ അസ്ഥിക്കൂടൊക്കെ ഉണ്ട് പുറത്തായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പണ്ട് ഗുഹാവാസികളായിരുന്ന മനുഷ്യന്മാർ കഴിക്കണത്. അവരുടെ അസ്ഥിയൊക്കെ ഉണ്ട് പുറത്ത്. ഒറ്റക്കൊന്നും ഇതിൽ പോകാൻ പാടില്ല. ടെൻഷനായിട്ട് ഇവിടെ തന്നെ പാടിയാവും. ഒരാളെ കൂടെ വരാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ വരാം. അപ്പോൾ നമ്മുടെ എക്സ്പ്ലോറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകണമെന്ന് പഠിച്ചെന്നറിയാം. നമ്മളിപ്പോൾ ഏകദേശം ഒരു 1/4 കിലോമീറ്ററൊക്കെ നടന്നിട്ടുണ്ടാവും. ആടാ ഇതത്ര ഒരാളില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ആരുണ്ടോ അറിയില്ല. ആടാ പേടിപ്പെടുത്തുന്ന രംഗങ്ങളാണ്. നമ്മളെ ലൈറ്റ് പര്യാപ്തമല്ല. എക്സ്ട്രാ ലൈറ്റും കൂടി ഇനി അടുത്ത ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒരു ലൈറ്റും കൂടെ കയ്യിൽ കരുതണം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു. ഉണ്ടോ റോക്സൊക്കെ ഇതിൽ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ക്രിസ്റ്റൽ ഫോം വെളിയിൽ കാണുന്നുണ്ടോ ആ തിളക്കമൊക്കെ ഉണ്ടോ. ഇത് വളരെ ലെങ്തിയാണിത്.
കണ്ടോ? നമ്മളിതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 4-5 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. ഇതിന് രണ്ടൊന്നുമില്ലല്ലോ. അപ്പോൾ നടന്നത് ഏതായാലും മുതലായി. പകുതിയും വന്നപ്പോൾ തിരിച്ച് നടക്കാനൊക്കെ കുറേ പ്രാവശ്യം ശ്രമിച്ചതാണ്. പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ മനസ്സ് വന്നിപ്പോൾ വന്ന. ഇവിടെ നല്ല റോക്കാണ് കണ്ട. ഇത് പക്ക റോക്കാണ്. അയാൾ വെറുതെ അല്ല പറഞ്ഞത്. ആ ഇംഗ്ലീഷുകാരെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞേ സീ യു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇപ്പം മനസ്സിലായി അർത്ഥം പറഞ്ഞത് ശരിയാണെന്നുള്ളത്. നാളെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനിയും പോകാണ്ട് കുറേ. ഇത് ഈ ഗോപ്രോ ആയിട്ടൊന്നും നടക്കില്ല. നല്ല ഏതോ ക്യാമറ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നല്ല ലൈറ്റ് സെറ്റപ്പ് വേണം. ഇതേപോലത്തെ ഗുഹയിലായിരിക്കണം ഇവർ കയറി കുടുങ്ങിയത്. ഇതിന് മുന്നേ ചിയാങ്റായിൽ ഫുട്ബോൾ കുട്ടികൾ കുടുങ്ങിയില്ലേ, ഇതേപോലത്തെ ഗുഹയായിരിക്കണം അത്. ഇത് കയറി പോകട്ടാ അങ്ങോട്ടേക്ക്. മഴക്കാലത്ത് ഇതിലൊന്നും ചിലപ്പോൾ എൻട്രി ഉണ്ടാവില്ല. ഇതേ ഒരു അവസ്ഥയായിരുന്നു അവിടെ. ഇതിൻ്റെ എൻട്രൻസ് ഭാഗം താണിട്ടും മറ്റേ പൊങ്ങിയിട്ടായിരുന്നു ആ ഗുഹയുടെ. ഇതേപോലെ കണ്ടാ ഇതിന് മേലോട്ട് പോകും. അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, ഈ ഭാഗം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടുന്ന് ആ ടീം വരുന്നുണ്ട്. നമ്മൾ കണ്ട ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടി 2 അഡൽസ് ഉണ്ടായിരുന്നു. എന്താ മനോഹരമായ കാഴ്ച. ഇപ്പോഴാണ് നമ്മൾ ശരിയായ എക്സ്പ്ലോറേഴ്സ് ആയത്. മറ്റേ തള്ളു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊക്കെ വഴിയുണ്ട് കേട്ടോ. അങ്ങോട്ട് വേറെ വഴിയുണ്ട്, ഇങ്ങോട്ട് വേറെ വഴിയുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാം, ഇനി അവർ വരുന്നവരെ കുറച്ച് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഒരുമിച്ച് പോവാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ച. ഇതിവിടെ ഉണ്ടായിട്ടാ. ഇല്ലല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടായിരുന്നു. ഇതിവിടെ ഉണ്ടായി. ഇനി നമുക്ക് അങ്ങോട്ട് പോവാണ്. റിസ്ക്കിയാണ് എന്ന് തോന്നുന്നു. ഇല്ല, അതിലെ പോകാൻ പറ്റും. ആടാ മേൽഭാഗം കണ്ടില്ലേ. നമ്മളെ റൂട്ട് മാറിപ്പോടാ. ഓർമ്മിച്ചോട്ടോ അതാ. ഇതിലാണ് നമ്മൾ വന്നത്. ഈ ടോർച്ച് വന്നില്ലേ, അതിൽ അങ്ങോട്ട് പോകാൻ പറ്റൂ, ആ വഴിക്ക്. പിന്നെ ഇതിലിങ്ങനെ വരാം. റൂട്ട് മാറിപ്പോയാൽ കുടുങ്ങിപ്പോവും. ഇവിടെ ഏതൊക്കെ മലയാളീസൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സെലീനയുടെ പേരൊക്കെ കാണുന്നത് എല്ലാ സ്ഥലത്തും എഴുതിയിരുന്നവരെ അവിടെയൊക്കെ കാണാം. അവിടെ നോക്കട്ടെ എന്താ സംഭവിക്കാം. ഇതിലെ വഴി കാണുന്നുണ്ട്. ആണോ, അതിപ്പോൾ നമ്മൾ വന്ന ഭാഗം. പക്ഷെ ഇതിൽ കയറാൻ പറ്റില്ല, ഇതിലെ കയറിയായിരുന്നു. ഇവിടെ ഉണ്ടായെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഉണ്ടായി. ഇവിടെയൊക്കെ ഉറവ കാണുന്നുണ്ട്. ഇതുണ്ട്, ക്രിസ്റ്റൽ ഫോം ചെയ്ത് ലൈം സ്റ്റോൺ ഉണ്ട്. ഇതേപോലെ വെള്ളത്തിൻ്റെ കൂടെ ഉറ്റി വരിക. അതെങ്ങനെ കട്ട് ചെയ്ത്
ഇതൊക്കെയാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള പരിപാടികൾ. ഈ ഭാഗത്തൊന്ന് പോയി നോക്കാം. ഏതായാലും വന്ന് മളിയിലാണ്. അതിൽ കുറച്ച് അങ്ങോട്ടുള്ളൂ, ഇത് കൂടുതൽ ദൂരമില്ല. അപ്പോൾ റിസ്ക്കാണ്, മേത്തൊക്കെ മണ്ണ് വിറങ്ങും. അപ്പോൾ നമ്മളങ്ങോട്ട് പോകണില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി കാണിച്ചു തരാം. തലയൊക്കെ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ വളരെ നേരമായിട്ടുള്ള ഭാഗമാണോ. ആണല്ലേ, അവിടെ പോകണേ കുറച്ച് റിസ്ക്കാണ്. പോയാ സാറേ, അല്ല വേറെ വഴിയുണ്ടടാ. ഇതിവിടെ ഉള്ളൂ, ഇത് ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതിൽ വേറെ എന്താ വഴിയുണ്ട് തോന്നുന്നു. അങ്ങോട്ട് ഇപ്പോൾ കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതാ നമ്മൾ തിരിച്ചു പോരാ. ഈ ഗ്യാപ്പ് കൂടെ നമ്മൾ പോകണം, അല്ലെ ആ ഗ്യാപ്പ് കൂടെ പോയിട്ട് അതിലെ കയറണം. അത് റിസ്ക്കിയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ തെന്നിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആരും പിടിച്ചെടുക്കാൻ പോലും ഉണ്ടാവില്ല. ഓ പോ. ഇപ്പോൾ കുറേ പേരൊക്കെ വന്നു കേട്ടോ. ഇത് 10,000 അല്ല, 1,00,000 കൊടുത്താലും നഷ്ടമല്ല കേട്ടോ. അങ്ങനത്തെ ഗുഹയാണിത്. നല്ല ലോങ്ങുണ്ട്, വളരെ അഡ്വഞ്ചറസ് ആണ്. അടാ ഇവിടെ ഇത് വേറൊരു ഫോം ചെയ്ത് ഇവിടെ നല്ല വൃത്തിയിൽ. ഇതിന് മുകളിൽ ലൈറ്റ് അടിച്ചേ. അടാ ഓക്കെ, നമ്മൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട. ലോങ് പ്രഭാവത്തിൽ എല്ലാ ലാവാസിലേക്ക് വരുന്ന ആൾക്കാർ നേരെ ഇങ്ങോട്ട് പിടിച്ചാൽ മതി. കണ്ടാ, ഇതൊക്കെ ലൈം സ്റ്റോൺ. കണ്ടാ, ഇതൊക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റും. നമുക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വരുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ആരെയും കാണുന്നില്ല. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ധൈര്യമായി. ഇത് എത്രത്തോളം എൻ്റെ ഉണ്ടെന്ന് നമ്മളവിടുത്തെ കണ്ടില്ല. അവിടുന്ന് കുറച്ചും കൂടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ അതിലെ പോകാനേ പുറത്ത് ബാഗൊക്കെ ഉണ്ട്. എന്നാലും ബാഗില്ലെങ്കിലും കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ തീരെ നടക്കൂല ബാഗ് ഇട്ടിട്ട്. ഇത് ഏകദേശം ഒരു 10-750 മീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഗുഹ ലെങ്ത്ത്. ഇവിടെ പ്രതിമേൻ്റെ മുമ്പിൽ ഒരു മേഘതിരൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആണോ, ഇവിടെ ഒരു കോട്ടയുടെ പോലെയാണ് ഈ പ്രതിമേൻ്റെ ഇവിടെ. ഒരു റൗണ്ടായിട്ട് കുറച്ച് നല്ല വീതി വിസ്താരമുള്ള സ്ഥലം. അര കിലോമീറ്റർ ഉണ്ടാവും ഇതിൻ്റെ ലെങ്ത്ത്. 750 ഇല്ലെങ്കിലും ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും ഈ ഗുഹ മൊത്തത്തിൽ ലെങ്ത്ത്. ആടാ ഇവിടെയൊക്കെ എന്താ ഭംഗി. ഇതൊക്കെ കണ്ടെന്ന് അറിയണം കേട്ടോ. ഇതിൽ നല്ല ക്യാമറ പോരാ, അതുപോലെ ലൈറ്റും പോരാ. നമുക്ക് ക്യാമറ പിന്നെ ഒപ്പിക്കാം, ലൈറ്റിംഗ് ഇല്ല, അതാണ് പ്രശ്നം.
നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ക്യാമറയിൽ കാണാൻ പറ്റില്ല. ആ അന്ധകാലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രത്യേക ഒരു ഇത്, കണ്ണിനൊക്കെ തലക്ക് ലൈറ്റ് വെച്ചിട്ടാണോ അറിയില്ല, ഒരു ഭയങ്കര ഇത് തരിപ്പ് പോലെ. അപ്പം നമ്മുടെ പര്യവേഷണം കഴിഞ്ഞു. ഡ്രസ്സും ശരീരമൊക്കെ ചാറും ചപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ കാണാനുണ്ട്. ഗൈസ്, നമ്മളങ്ങനെ ഗുഹയെന്നൊക്കെ വന്ന് ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലാണുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട വെള്ളച്ചാട്ടമാണ് ഇത്. നല്ല സൂപ്പർ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ വീഡിയോ എല്ലാവരും പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഇടാം. പിന്നെ മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഇവിടുന്ന് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നല്ല ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യണം. നമ്മൾ കുളിച്ച് അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് ഇവിടുന്ന് നല്ല എസ്കേപ്പ് ആയിട്ട്. അപ്പോൾ ഗൈസ്, ഈ എപ്പിസോഡ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പ്രചോദനം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ, അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.